നമസ്കാരം. 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധ സാഹചര്യങ്ങൾ തന്നെയാണ്. ചർച്ചകൾ വളരെ തകൃതിയായി നടക്കുന്നുണ്ട്, പക്ഷേ ഒന്നും ഫലം കാണുന്നില്ല. ഒരു വശത്ത് അമേരിക്കയിൽ വെച്ച് ഇസ്രായേലും ഹിസ്ബുള്ളകളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നു. തീർച്ചയായിട്ടും ഇറാന്റെ പിടിവാശി എന്ന് വെച്ചാൽ ലെബനോണിൽ യുദ്ധം അവസാനിപ്പിക്കാതെ തങ്ങളുടെ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്നുള്ളത് അവർ കൃത്യമായി പറയുന്നു. അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയിൽ വെച്ച് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ച തീർച്ചയായിട്ടും ആ ചർച്ചയിലും വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായി നിലനിൽക്കുന്നത്. അങ്ങനെ ഈ മേഖലയിൽ യുദ്ധം അവസാനിപ്പിക്കുകയും സമാധാനത്തിലേക്ക് എത്തിച്ചേരുകയും എന്നുള്ള ആശയത്തിനാണ് ഇപ്പോൾ മുൻതൂക്കം ഉള്ളത്. അടുത്ത ദിവസം പാകിസ്ഥാൻ മാധ്യസ്ഥം വഹിക്കുന്ന ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും ആരംഭിക്കും എന്നും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചില നിബന്ധനകൾ, ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ചില നിബന്ധനകൾ ഇപ്പോഴും കീറാമുട്ടിയായി നിൽക്കുന്ന അവസ്ഥയുണ്ട്. അമേരിക്ക തോറ്റു എന്നുള്ള രീതിയിൽ നടക്കുന്ന പ്രചാരണം, അമേരിക്ക ഇറാന്റെ എല്ലാ നിബന്ധനകളെയും സമ്മതിച്ചു കൊടുത്താൽ അത് ഒരു പരാജയമായി കണക്കാക്കുന്ന സാഹചര്യം, അതുപോലെ തന്നെ 20 വർഷത്തേന് ഇറാന്റെ ന്യൂക്ലിയർ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം, നിർത്തിവെക്കണം എന്ന് പറയുന്നതിന് എതിരെ ഇറാൻ പറയുന്നു 5 വർഷം വേണമെങ്കിൽ ഞങ്ങൾ നിർത്തിവെക്കാം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഒരു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാൻ ഇറാൻ തയ്യാറല്ല. അതേസമയം ഇറാനെ കൃത്യമായിട്ട് അമേരിക്കയും ഇസ്രായേലും ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നു. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഏതു വിധേനയും യുദ്ധം അവസാനിപ്പിച്ച് ഇവിടെ ഒരു സമാധാനം കൊണ്ടുവരാനും സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് ഇനി എങ്ങോട്ട് എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടത്തുന്നത്. ഡോക്ടർ അഭിലാഷ് ജി രമേശ്, വിദേശകാര്യ വിദഗ്ധൻ, സിനി ജോസഫ് ഇസ്രായേലിൽ നിന്നും, ഇവർ രണ്ടുപേരുമാണ് ഇന്ന് നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം തന്നെ ഡോക്ടർ അഭിലാഷ് ജി രമേശ്, എങ്ങനെ ഇപ്പോഴുള്ള നിലവിലെ കാര്യങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ കഴിയും? യുദ്ധം 2 ആഴ്ചത്തെ വെടിനിർത്തലിന് ശേഷം തുടരാൻ സാധ്യതയുണ്ടോ? കാരണം ഇനി തുടർന്നാൽ വളരെ സിവിയർ ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകും. അതേസമയം ചർച്ചകളിലൂടെ ഒരു പരിഹാരം കണ്ടെത്താനുള്ള ഒരു വഴി തുറക്കുന്നുണ്ടോ? എങ്ങനെയാണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? ഇപ്പോൾ ഈ സാഹചര്യത്തില് അമേരിക്കൻ സേനയ്ക്ക് ഈ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ നമ്മുടെ നാട്ടിലെ ഉൾപ്പെടെയുള്ള പല മുഖ്യധാര മാധ്യമങ്ങൾക്കും അവരുടേതായ കാരണങ്ങൾ കൊണ്ട് മടിയുണ്ടാവും. പക്ഷേ ആഗോളതലത്തിലുള്ള വിശകലനങ്ങളിൽ എല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ അമേരിക്കയ്ക്ക് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന് മുകളിൽ വ്യക്തമായിട്ടുള്ള ആധിപത്യമുണ്ട് എന്നാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നലെ ട്രംപിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ വൈകിപ്പോയ ധൈര്യം ഉപയോഗിക്കാൻ തയ്യാറാകണമെന്ന്. എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഹോർമൂസിന്റെ മേൽ ഇറാന് ആധിപത്യം കുറഞ്ഞതുപോലെയും അമേരിക്കയ്ക്ക് ആധിപത്യം ഉള്ളതുപോലെയും ഓരോ രാജ്യങ്ങളും അവർക്ക് വേണ്ടുന്ന രീതിയിൽ അവർക്ക് വേണ്ടുന്ന അവരുടെ കപ്പലുകളോ മറ്റു വാഹനങ്ങളോ അവരുടെ കപ്പലുകളോ ഒക്കെ കടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ആഹ്വാനം കൂടി നടത്തിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഇറാന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിന് മേലെ നമ്മൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടിരുന്ന ഒരു വലിയ തോതിലുള്ള ആധിപത്യം കുറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ചൈന ഇടയ്ക്ക് ഈ ഒരു യുദ്ധത്തിൽ ഒരു വലിയ പങ്കാളിയാവുന്ന രീതിയിലൊക്കെ ഉള്ള ചില പ്രചരണങ്ങൾ നടന്നിരുന്നു. അതിനകത്തും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ചൈനയുടെ ഏതെങ്കിലും ഒരു ഷിപ്പ് ഒരു കപ്പൽ ഈ ബ്ലോക്കേഡിന് ഇടയിലേക്ക് വരികയാണെങ്കിൽ ദേ വിൽ ബി ഇമ്മീഡിയറ്റ്ലി എലിമിനേറ്റ്. അതായത് ആ നിമിഷം തന്നെ ഏതെങ്കിലും ഒരു ഷിപ്പ് ആ രീതിയിൽ വരികയാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ചൈനയ്ക്കായാൽ പോലും മറ്റേത് രാജ്യത്തിനായാൽ പോലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അമേരിക്ക പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസിനൊപ്പം നിന്നുകൊണ്ട് മാത്രം, അതായത് എതിർത്തുകൊണ്ടല്ല, ഒപ്പം നിന്നുകൊണ്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം എന്നുള്ളത് പലയിടങ്ങളിലും പ്രചരിപ്പിക്കുന്നത് പോലെ ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പ്രാധാന്യമൊക്കെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ കഴിഞ്ഞു കിട്ടും. പലപ്പോഴും നമ്മൾ വിചാരിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഇറാൻ, ഇവിടുത്തെ പല മുഖ്യധാരാ മാധ്യമങ്ങളും വിചാരിക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ഇറാൻ തോറ്റു നിൽക്കുകയാണെന്നുള്ളത്. യാഥാർത്ഥ്യം അത് മാത്രമാണ്. ഇറാൻ വളരെ വലിയ രീതിയിൽ പരാജയപ്പെട്ട് തളർന്നു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ ഓരോരോ കാര്യങ്ങളും ഓരോ കമ്മ്യൂണിക്കേഷനും പുറത്തേക്ക് വരുന്നത്. നമ്മൾ അതിനെ ഒരു പൊളിറ്റിക്സിനൊക്കെ അപ്പുറത്ത് നിന്ന് അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള പിക്ചർ കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നലെ പ്രസിഡന്റ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുമായിട്ടുള്ള ചർച്ച നടന്നു. ഇതൊക്കെ വളരെ വലിയ ഷിഫ്റ്റുകളാണ് കാണിക്കുന്നത്. അതായത് ഈ യുദ്ധത്തിനകത്ത്
മറ്റ് രാജ്യങ്ങൾ, അതായത് ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ആശ്രയിക്കുന്ന രാജ്യങ്ങൾ, US തന്നെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ യൂസ് ചെയ്തില്ല, പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ മാറ്റിവെച്ച ധൈര്യം എടുത്തുകൊണ്ട് വരിക, ഞങ്ങൾ പുറകിലുണ്ടാവും, നിങ്ങൾ കൂടി ഇതിൽ വരിക, ജസ്റ്റ് ടേക്ക് ഇറ്റ് ആൻഡ് ഗ്രാബ് ഇറ്റ് എന്ന് പറയുന്ന വളരെ ഓപ്പൺ ആയിട്ടൊരു കോളാണ് നടന്നിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിന്റെ മേൽ ഇറാൻ ഈ പ്രചരിപ്പിക്കപ്പെടുന്ന പോലെയുള്ള തന്ത്രപരമായ ബലമൊന്നും ഇപ്പോൾ ഇല്ല, സ്വാധീനവും ഇല്ല. മറ്റൊരു കാര്യം, എങ്ങനെയായിരിക്കും ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് ചർച്ചകൾ നടക്കുന്നു? നമുക്കറിയാം ഇന്ത്യ പലപ്പോഴും ചർച്ചകളിൽ വരാറുള്ളതാണ്, പക്ഷേ എങ്കിലും പാകിസ്ഥാനാണ് ഇപ്പോൾ ചർച്ചകൾ എല്ലാം നയിക്കുന്നത്. പാകിസ്ഥാന് ചൈനയുമായി ബന്ധമുണ്ട്, അമേരിക്കയുമായി ബന്ധമുണ്ട്, ഈ മേഖലയിൽ ഇപ്പോൾ സൗദിയിൽ പാകിസ്ഥാന്റെ സൈന്യമുണ്ട്. പാകിസ്ഥാന്റെ സ്വാധീനം എങ്ങനെയാണ് നമുക്ക് ഇതിനുള്ളിൽ കാണാൻ കഴിയുക? ഇവിടെ പറയാനുള്ള ഒരു കാര്യം, ഭാരതം ഒരു രാജ്യവുമായിട്ട് ഒരു ഇന്റർനാഷണൽ നെഗോസിയേഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ ലോകരാജ്യങ്ങൾ ആ വിഷയത്തെ സമീപിക്കുന്ന രീതി തന്നെ വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമുക്കറിയാം, പാകിസ്ഥാൻ കുത്തിക്കുഴിച്ച ഒരു ചർച്ചയായിരുന്നു ഇത്. പക്ഷെ 21-22 മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം പോലും ആ ചർച്ച വൻ പരാജയമായിരുന്നു. പാകിസ്ഥാൻ അവിടെ ഹോട്ടലിന്റെ ബില്ല് കൊടുത്തിട്ടില്ലെന്നോ ആ ചർച്ച നടന്ന സ്ഥലത്തിന്റെ ബില്ല് പോലും കൊടുത്തിട്ടില്ല എന്നൊക്കെയുള്ള കഥകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. സോ ഇപ്പൊ പാകിസ്ഥാന്റെ ഒരു റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊറിയറിന്റെ റോള് മാത്രമാണ് ഇതിൽ. പാകിസ്ഥാൻ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇറാൻ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സീസ് എഴുതി കൊടുക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ചാനലൈസ് ചെയ്യുന്ന ഒരു ഏജന്റ് മാത്രമാണ് പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ ഇവിടെ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഹോൾഡ് ചെയ്യാനുള്ള അനുമതി കൊടുക്കണം, അതുപോലെ തന്നെ സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ വലിയ ടാക്സേഷൻ വേണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും തന്നെ പ്രായോഗിക തലത്തിൽ ഒരു കാരണവശാലും ഇസ്രായേലോ അമേരിക്കയോ സമ്മതിക്കാൻ പോകുന്നില്ല. സോ പ്രാഗ്മാറ്റിക് ആയിട്ട് നോക്കുമ്പോൾ പാകിസ്ഥാനും ഈ പറയുന്ന പോലെ ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ നമ്മൾ പറയാറുണ്ട് വാട്ടർ ബോയ് എന്ന് പറയാറുണ്ട്, എന്ന് പറയുന്ന പോലെ വാട്ടർ ഫെച്ചർ മാത്രമാണ്. കാരണം അവർക്ക് സൃഷ്ടിപരമായിട്ടുള്ള ഒരു ഹോൾഡ് ഇല്ല, ഇതിൽ ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സ്വാധീനമില്ല. ഇവരെ എന്തുകൊണ്ട് ഇതിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരു ഇസ്ലാമിക് ഐഡന്റിറ്റിനെ ബേസ് ചെയ്തിട്ട് US-ഉം പാകിസ്ഥാനും തമ്മിൽ നിലവിലുള്ള ഒരു ബന്ധം കൊണ്ട് മാത്രമാണ്. പക്ഷേ ഇന്ത്യ ഇതുപോലൊരു ചെറിയ കാര്യത്തിനകത്ത് ഒരു ഏജന്റ് ആയിട്ട് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. കാരണം വി ആർ ടു ബിഗ് ഫോർ സച്ച് തിങ്സ്. നമ്മളൊരു വലിയ രാജ്യമാണ്, നമ്മുടെ താല്പര്യങ്ങൾ ഒരു ചെറിയ കാര്യത്തിന് ഇടനിലക്കാരായിട്ട് നിൽക്കുന്നതിനൊക്കെ അപ്പുറത്ത് വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ്. വി ആർ കൺസേൺഡ് അബൌട്ട് അവർ എനർജി സെക്യൂരിറ്റി, നമ്മുടെ എക്കണോമിക് സെക്യൂരിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ എനിവേസ് പാകിസ്ഥാന്റെ റോൾ നെഗ്ലിജിബിൾ ആണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പാകിസ്ഥാന് ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നുവെങ്കിൽ 22 മണിക്കൂർ നമ്മുടെ ചർച്ചയ്ക്കകത്ത് പാകിസ്ഥാനും ഇറാനും അനുകൂലമായിട്ടുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ എഗ്രിമെന്റ് വരുമായിരുന്നു. അത് വന്നിട്ടില്ല. ശ്രീമതി സിനി ജോസഫ്, തീർച്ചയായിട്ടും എപ്പോഴും ഇസ്രായേലിന്റെ കാര്യങ്ങൾ എപ്പോഴും ഇസ്രായേലാണ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിൽ എങ്ങനെയാണ് ഈ ചർച്ചകളുടെ ഇമ്പാക്റ്റ്, അതുപോലെ തന്നെ ആക്രമണങ്ങൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള കാര്യങ്ങൾ, അതുപോലെ അവിടുത്തെ രാഷ്ട്രീയമെല്ലാം അറിയാൻ ആളുകൾ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് അവിടെ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ വിലയിരുത്താൻ കഴിയുന്നത്, ഇസ്രായേലിൽ സംഭവിക്കുന്നത്? റോബിൻ, ഇസ്രായേലിനെ സംബന്ധിച്ചിട്ട് ഇറാനായിട്ടുള്ള ആ ഒരു സീസ്ഫയർ ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കണ്ടിന്യൂസ് ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ 40ഓളം റോക്കറ്റ്സ് ആണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നോർത്തേൺ സൈഡിലോട്ട്, അതായത് കിറിയാത്ത് പുഷ്മോന ആ സൈഡിലോട്ട് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രോൺസ് ആയിട്ടും റോക്കറ്റ്സ് ആയിട്ടും മാസീവ് അറ്റാക്ക് തന്നെയാണ്. അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഇന്നലെ നടന്ന ചർച്ചയിലാണെങ്കിലും 42 വർഷങ്ങൾക്ക് ശേഷം എന്തോ ആണ് ലെബനോനും ഇസ്രായേലും തമ്മിൽ ഫേസ് ടു ഫേസ് ഒരു ചർച്ച നടന്നത് ഉണ്ടെങ്കിലും അതിൽ എന്ത് കരാർ എടുത്താലും അത് ഞങ്ങൾ പാലിക്കില്ല, അത് ഞങ്ങൾ അനുസരിക്കത്തില്ല എന്ന് തന്നെയാണ് ഇന്നലെ ഹിസ്ബുള്ളയുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നതും. ഇന്നിപ്പോ വാഷിംഗ്ടണിൽ വെച്ച് ചർച്ച നടക്കുന്നുണ്ട്. അതിലും എന്ത് കരാർ എടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങളത് സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് അവരുടെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത്. ലിറ്റ്യാനിയയുടെ വടക്ക് ഭാഗത്ത് നിന്നാണ് ഈ റോക്കറ്റ്സുകളെല്ലാം വന്നിരിക്കുന്നത് എന്നാണ് ഇന്ന് IDF കണ്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങോട്ട് IDF കരമാർഗം നീങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതുവരെ ഇന്ന് രാവിലെ തൊട്ട് ഇതുവരെ 40ഓളം റോക്കറ്റ്സ് അവിടെ നിന്നുള്ള ആക്രമണത്തിന് ഒരു ശമനവും ഇതുവരെ വന്നിട്ടില്ല. മറ്റൊന്ന്, എങ്ങനെയാണ് ആളുകൾ ഇപ്പോൾ പണ്ട് ഇറാന്റെ ആക്രമണം, ഇറാനും ഇസ്രായേലും യുദ്ധത്തിൽ ആയിരുന്ന സമയത്തും ഇപ്പോഴും ഉള്ളത് തമ്മിൽ ആളുകൾ എങ്ങനെയാണ് പ്രതികരണങ്ങളെല്ലാം? ആളുകൾ ഇപ്പോൾ ആ സീസ്ഫയറിന് ശേഷം ആളുകൾ റിലാക്സ്ഡ് ആണ്. എന്നിരുന്നാലും പിരിമുറുക്കത്തിലാണ്. അതായത് മിനിഞ്ഞാന്ന് ഹോളോകോസ്റ്റ് ആ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ്, അതായത് വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് IDF ഇവിടെ എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ടെന്ന് അറ്റ് എനി ടൈം ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് അറ്റാക്ക് പ്രതീക്ഷിക്കാം, അതുകൊണ്ട് എല്ലാവരും റെഡി ആയിരിക്കണം, ജാഗ്രതയായിട്ടിരിക്കണം എന്ന് നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് കൊണ്ടും പിന്നെ ചർച്ചകളൊന്നും എവിടെയും എത്തിച്ചേർന്നിട്ടില്ല എന്നതുകൊണ്ടും ആയിരിക്കാം എല്ലാവരും പിരിമുറുക്കത്തിലാണ്, റിലാക്സ്ഡ് ആണ്. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ പോകുന്നു. ഞങ്ങളായാലും ഞങ്ങളുടേതായ ജോലികളിൽ വ്യാപൃതരായിട്ട് തന്നെയാണ് നടക്കുന്നത്. എന്നിരുന്നാലും
ഇവിടെയുള്ള ആളുകളെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, അവര് പിരിമുറുക്കത്തിലാണ്, അവര് ടെൻഷനിലാണ്. എന്താണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇത് തുടർന്ന് ഉണ്ടാകുമോ, സീസ് ഫയർ കണ്ടിന്യൂസ് ആയിട്ട് നിലനിൽക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ എല്ലാവരിലും ഉണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളെല്ലാം ചെയ്യുന്നുണ്ട്. ടെൻഷനിൽ തന്നെയാണ്, എങ്കിലും ദൈനംദിന ജീവിതമായിട്ട് എല്ലാവരും മുന്നോട്ട് പോകുന്നു. മറ്റൊന്ന്, ഇറാനുമായി ഒരു യുദ്ധം ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എങ്ങനെയാണ് ആളുകൾ കണക്കാക്കുന്നത് അതിനെക്കുറിച്ച്? ഏകദേശം കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ 84% ആളുകളും ഇസ്രായേൽ ഇറാനായിട്ട് ഒരു യുദ്ധം ഇനിയും ഉണ്ടാകും. ഇത് സീസ് ഫയറിലോട്ട് ഇപ്പത്തെ താൽക്കാലിക ഒരു ശമനം മാത്രമാണ്, അത് തുടർന്ന് ഉണ്ടാകും. 21-ാം തീയതി ഇസ്രായേലിന്റെ 78-ാം ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അതിനുശേഷം എന്തെങ്കിലും സംഭവിക്കും എന്ന രീതിയിലോട്ട് തന്നെയാണ് ഇത് ഇപ്പോഴും ഇവിടുത്തെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നതും. ആ ഒരു ടെൻഷനിലാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നതും. ഡോക്ടർ അഭിലാഷ് രമേശ്, എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇനി വ്യാഴാഴ്ച അടുത്ത ദിവസം വീണ്ടും ചർച്ചകൾ നടക്കും എന്ന് പറയുന്നു. അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ചർച്ചകളിലൂടെ ഒരു പരിഹാരം മുന്നിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? വെടിനിർത്തൽ തുടരാനുള്ള സാധ്യതയുണ്ടോ? വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യത നിൽക്കുന്നുണ്ടോ? എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇസ്രായേലിന് നേർക്ക് ലെബനന്റെ ആക്രമണം, ലെബനൻ എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ ആക്രമണം എന്ന് നിർത്തുന്നുവോ, ഹിസ്ബുള്ള എന്ന് അവരുടെ ആയുധങ്ങൾ കീഴവെക്കുന്നുവോ, ആയുധങ്ങൾ സറണ്ടർ ചെയ്യുന്നുവോ, ആ സമയം മാത്രമേ ഈ പറയുന്ന നിലവിലെ ക്രൈസിസിന് ഏതെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുള്ളൂ. ബിക്കോസ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും ഈ ഇസ്രായേലിന് നേർക്ക് ഡ്രോൺസ് അല്ലെങ്കിൽ മറ്റു ചെറിയ മ്യൂണിഷൻസ് ഒക്കെ വഴി നിരന്തരം ഈ പറയുന്ന പോലെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ നേരിട്ട് ആക്രമിക്കുന്നില്ലെങ്കിലും ഇറാന്റെ പ്രോക്സികളെ വെച്ച് ഇങ്ങനെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയും ഒരു ഭാഗത്തൂടെ ചർച്ച നടത്തുകയും ചെയ്യുന്ന അതിനകത്തുള്ള ഒരു ഇരട്ടത്താപ്പ് വളരെ എഫക്റ്റീവായിട്ട് ഇസ്രായേൽ അതിനെ കണ്ടറിയുന്നുണ്ട്, അതിനെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 100% ആയിട്ടുള്ള സ്റ്റാൻഡിങ് ഡൗൺ ഫ്രം ഹെസ്ബുള്ള ആൻഡ് അതർ പ്രോക്സീസ്, മറ്റു പ്രോക്സീസ് വഴിയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ സ്റ്റാൻഡ് ഡൗൺ ചെയ്യാതെ ഒരു കാരണവശാലും ഈ ചർച്ച മുന്നോട്ട് പോകാനുള്ള സാധ്യതയില്ല. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇവിടെ പറയാനുള്ളത് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചതാണ്. അതായത് ഇപ്പം ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതിൽ ഇപ്പൊ യുഎസിന്റെ സെൻട്രൽ കമാൻഡ് ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളതായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഷിപ്പുകൾക്ക് ഹോർമുസ് കടലിടുക്ക് വഴി പോകാൻ യാതൊരു തരത്തിലുള്ള തടസ്സവുമില്ല. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ UAE-യിലോ സൗദി അറേബ്യയിലോ നിന്ന് വരുന്ന ഒരു വളരെ വലിയൊരു സൂപ്പർ ടാങ്കറോ അല്ലെങ്കിൽ മറ്റ് കാരിയേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ US സെൻട്രൽ കമാൻഡിന്റെ അനുമതിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം, യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾ ഇറാനിൽ നിന്ന് കാർഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് വരുന്ന ഒരു ഷിപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ടാകും. അത് അത്തരം ഷിപ്പുകളെ അല്ലെങ്കിൽ അത്തരം കപ്പലുകളെ അമേരിക്ക കാണുന്നത് അവരുടെ അതിർത്തി കടന്നു വരുന്ന ഷിപ്പുകൾക്ക് തുല്യമായിട്ടാണ് എന്നാണ് ഇപ്പോൾ സെൻട്രൽ കമാൻഡ് പറയുന്നത്. സോ അപ്പം ഇങ്ങനെ ഒരു പൊസിഷൻ അവിടെ വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ ഓർക്കേണ്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇന്നലെ നടന്ന ചർച്ച. ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആക്സസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അനുമാനിക്കേണ്ടി വരും. കാരണം വരുന്ന ദിവസങ്ങളിൽ ഇന്ത്യയുടെ കപ്പലുകൾ കൂടുതലായിട്ട്, ഇന്ത്യൻ ഫ്ലാഗ് വെസൽസ് കൂടുതലായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇന്ത്യക്ക് ഒരു സ്പെഷ്യൽ ലിവറേജ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, കമ്മിങ് ബാക്ക് ടു നമ്മുടെ ഈ പീസ് റെസൊല്യൂഷനിലാണെന്നുണ്ടെങ്കിൽ ഇതില് ഇനി രണ്ട് സാധ്യതകൾ കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ഒന്ന്, ഇറാന്റെ പ്രോക്സികളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് നിർത്തുക. രണ്ട്, ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോഗ്രാം പരിപൂർണമായിട്ട് നിർത്തിയതിനു ശേഷം U-235 ഈ പറയുന്ന പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് IAEAക്ക് കൈമാറുക തുടങ്ങിയ രണ്ട് പിവട്ടൽ പോയിന്റിലായിരിക്കും ഈ യുദ്ധം നിൽക്കുക, അല്ലെങ്കിൽ ഈ സമാധാന കരാർ നിലവിൽ വരാൻ പോവുക. മറ്റൊരു കാര്യം, എത്ര സമയം ഇനി ഇറാന് എത്രത്തോളം ഈ ഹൊർമൂസ് കടലിടുക്കിൽ ഒരു നിയന്ത്രണം എത്ര കാലത്തോളം ഇറാന് കൊണ്ടുവരാൻ കഴിയും? കാരണം അമേരിക്ക പിടിമുറുക്കിയാൽ ഇറാന് സമ്മതിക്കേണ്ടി വരുമോ ഈ ഹൊർമൂസ്, സ്ട്രെയിറ്റ് ഓഫ് ഹൊർമൂസ് എന്നേക്കുമായി തുറക്കുക എന്ന് വെച്ചാൽ അവരെ പറയുന്ന നിബന്ധനകളുണ്ട്, അതൊന്നും പാലിക്കാതെ തന്നെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തുറക്കലിലേക്ക് ഇറാന് പോകേണ്ടി വരാനുള്ള സാധ്യത നിലനിൽക്കും അമേരിക്ക പിടിമുറുക്കിയാൽ? ഇവര് സമ്പൂർണമായിട്ട് ഇറാൻ ഇത് പ്രസ്താവിക്കില്ല, ഒരു കാരണവശാലും പ്രസ്താവിക്കില്ല ഞങ്ങള് ഇങ്ങനെ തുറന്നു തരാൻ പോവുകയാണ്. പക്ഷെ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രോഡക്ട്സ് UAE-യിൽ നിന്നോ സൗദി അറേബ്യയിൽ നിന്നോ കൊണ്ടുവന്നതിന് ശേഷം
US സെൻട്രൽ കമാൻഡുമായിട്ട് അറിയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യത ഉണ്ടാവും. അവിടെ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ടാവും. അത്തരത്തിലൊരു സംവിധാനമാണ് ഇപ്പോൾ ഇറാന് ഹോർമുസ് സ്ട്രൈറ്റിന് ചുറ്റും അമേരിക്ക ഒരുക്കിയിട്ടുള്ള ഒരു സുരക്ഷാ കവചം എന്ന് പറയുന്നത്. സോ ടെക്നിക്കലി ഇറാന്റെ ലീഡർഷിപ്പ് ഒരു കാരണവശാലും ഇത് പബ്ലിക്കിന് മുന്നിൽ അക്നോളജ് ചെയ്യില്ല. പക്ഷേ ഓവർ ടൈം ഇറ്റ് വിൽ ബിക്കം ദ പ്രാക്ടീസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഹോർമുസിന്റെ ഭാഗത്തു നിന്നുള്ള വനതകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ ചെറുതായിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു എന്താ പറയാ, നമ്മളെ കോൺഫ്ലിക്റ്റിന് ഇതൊരു സ്കെമിഷ് എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്തും. ഒരു ചെറിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് ഇന്ന് ഇറാന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പിടിച്ച് നിലനിർത്താനുള്ള ശക്തിയൊന്നുമില്ല. അവരുടെ മറൈൻ ഇൻഫ്രാസ്ട്രക്ചർ 80% മേലെ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരു വെസലോ അല്ലെങ്കിൽ 1-2 വെസലോ പലയിടങ്ങളിൽ ഹാർബർ ചെയ്തിരിക്കുന്നത് മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അപ്പം ഈ ഇറാനെ സംബന്ധിച്ച് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് വലിയ പരിക്കില്ലാതെ ഒഴിവാക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. ബിക്കോസ് ഇസ്രായേൽ ആയാലും US ആയാലും അഡമന്റ് ആണ്. അവർ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് ഗ്ലോബൽ ട്രേഡിന് ഓപ്പൺ ചെയ്തിരിക്കും. എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തെ കപ്പലുകളെ സംരക്ഷിക്കാൻ തയ്യാറാവണമെന്നൊരു ഓപ്പൺ പാസ് കൊടുക്കുകയും US പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനകത്ത് അപ്പർ ഹാൻഡ് ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ US-നും ഇസ്രായേലിനും ആയിരിക്കും. ശ്രീമതി സിനി ജോസഫ്, ഇസ്രായേലിൽ ഇപ്പോൾ എങ്ങനെയാണ്? കാരണം സ്കൂളുകളെല്ലാം അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്കൂളുകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, ആശുപത്രികളുടെ പ്രവർത്തനം, അങ്ങനെയുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ എത്രത്തോളം ഈ യുദ്ധത്തിന് ശേഷം പഴയ പടിയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടോ ഇപ്പോഴും? റോബിൻ, ഇവിടെ ഇസ്രായേലില് സെൻട്രൽ ഇസ്രായേൽ, ജെറുസലേം, ഹൈഫ നോർത്തേൺ സൈഡിൽ മാത്രമാണ് ഇപ്പം റെഡ് സോൺ ഉള്ളത്, റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്. 50 പേർക്ക് ആക്ടിവിറ്റീസ് എല്ലാം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് നോർത്തേൺ സൈഡിൽ മാത്രമാണ്. ബാക്കി സെൻട്രലും സൗത്തും തുറന്നു തന്നെ, എല്ലാ രീതിയിലും തുറന്നു തന്നെയാണ് പ്രവർത്തിക്കുന്നത്. യാതൊരു റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഒരു ഞങ്ങളെ സംബന്ധിച്ച്, അതായത് പ്രവാസികളായ ആളുകളെ സംബന്ധിച്ച് ഒരു ഹാപ്പി ന്യൂസ് ഉള്ളത്, ഇന്ന് മുതൽ ഗൾഫ് എയർലൈൻസ് ഇങ്ങോട്ട് യാത്ര ഒരു ദിവസത്തെ 2 പ്രാവശ്യം വെച്ചിട്ട് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നുണ്ട് എന്നൊരു വാർത്തയാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അതോടെ തന്നെ ഞങ്ങളെ പോലെയുള്ള പ്രവാസികളെ നാട്ടിലോട്ട് പോകാൻ ഇത്ര നാളെ ഞങ്ങളെ ജോർദാനെ ആശ്രയിച്ചായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ഡയറക്റ്റ് ബെൻഗുറിയോണിൽ നിന്ന് തന്നെ ഇനി യാത്ര തിരിക്കാം എന്നൊരു സന്തോഷ വർത്താനാണ് ഇന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് സെൻട്രലിനെ അപേക്ഷിച്ചും ജെറുസലേം ഭാഗങ്ങളിലുള്ള ആളുകളെ അപേക്ഷിച്ചും സാധാരണഗതിയിൽ തന്നെയാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. എല്ലാം ഡൗൺ ടു എർത്ത്, എല്ലാം നോർമലൈസ് ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓൺലി നോർത്തേൺ സൈഡിലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് IDF-ന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ജാഗ്രതയായിട്ട് ഇരിക്കണം എന്ന നിർദ്ദേശം ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് കമാൻഡ് അല്ല, ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇതുവരെ അനുവദിച്ചിട്ടില്ല. എല്ലാം സാധാരണ പടിയിലായിട്ട് തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റോബിൻ, ഈ സംഭാഷണം നടക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഒന്ന് സീസ് ഫയറിന് വേണ്ടിയിട്ട് അമേരിക്ക പോകുന്നുണ്ട്, പാകിസ്ഥാനിൽ വ്യാഴാഴ്ച പങ്കെടുക്കാൻ പോകുന്നുണ്ട് എന്നെല്ലാം നമുക്കറിയാം. പക്ഷെ ഈ സെയിം ടൈമിൽ നമുക്ക് വാഷിംഗ്ടണിൽ നിന്ന് കിട്ടുന്ന ഒരു വാഷിംഗ്ടൺ പോസ്റ്റിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ട്രംപ് വീണ്ടും 1000-കണക്കിന് സൈനികരെ മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചിരിക്കുന്നു എന്നാണ്. ഒരു സീസ് ഫയറിലോട്ടാണ് ഇവർ പോകുന്നത്, ഒരു ശാന്തിയും സമാധാനമാണ് ഇവരാകാം ഒരു പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ഇവിടെയുള്ള ഇസ്രായേലികൾക്കും അതുപോലെ ഞങ്ങൾക്കും വീണ്ടും ടെൻഷൻ ആകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴും നമ്മളോട് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ ആയിരിക്കുമോ? ഇല്ല, ഇന്നലെ തന്നെയാണെങ്കിലും നമുക്ക് ക്ലിയർ ഇമേജ് കിട്ടിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്ബുള്ളയുടെ ആളുകൾ അവർ സൈനിക വേഷം മാറ്റിയിട്ട് സാധാരണ ആളുകളുടെ വേഷത്തിലോട്ട് മാറിയിട്ട് ഇസ്രായേലിനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്ന കുറെ പിക്ചേഴ്സ് ആണ് IDF-ന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. അവിടുത്തെ ഭാഗത്തു നിന്നുള്ള, അതായത് നോർത്തേൺ സൈഡിലുള്ള അറ്റാക്ക് അവസാനിപ്പിക്കാതെ ഇസ്രായേൽ ഒരു രീതിയിലും, കാരണം ഇത് ഈ അങ്ങോട്ട് കരമാർഗം യുദ്ധം ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും അവിടെ ഒരു സാധാരണ രീതിയിലുള്ള ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടാണ് നോർത്തേൺ ഇസ്രായേലിനെ ഹിസ്ബുള്ള ആക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ മാസീവ് അറ്റാക്കാണ്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ. വൈകുന്നേരം ഒരു 5:30 കഴിയുമ്പോൾ ഡ്രോൺസ് കണ്ടിന്യൂസ് നോൺ സ്റ്റോപ്പ് ആണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇപ്പൊ ഇതുവരെ പറഞ്ഞതുപോലെ തന്നെ 40 റോക്കറ്റ്സ് ഒക്കെ, ഇപ്പം 1:52 ആയിട്ടുള്ളൂ ഇസ്രായേലില്. ഈ സമയത്തുള്ളിൽ 40 റോക്കറ്റ്സ് അയക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ഒന്നിനും സമയമില്ലാത്ത രീതിയിലോട്ടാണ് നോർത്തേൺ സൈഡിലോട്ടുള്ള ഹിസ്ബുള്ളയുടെ അറ്റാക്ക്. അത് അവര് ആയുധം താഴെ വയ്ക്കാതെ ഇസ്രായേൽ ഒന്നിനും സമ്മതിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അതേ രീതിയിലാണ് ഇവിടുത്തെ ചർച്ചകളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഡോക്ടർ അഭിലാഷ് രമേശ്, നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി ആഫ്രിക്കയുടെ തീരം ചുറ്റി ഇപ്പോൾ അറബിക്കടലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീമതി സിനി ജോസഫ് സൂചിപ്പിച്ചതുപോലെ നിരവധി സൈനികരെ വിന്യസിക്കുന്നു മിഡിൽ ഈസ്റ്റിലേക്ക്.
നമുക്ക് എന്താണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഏകദേശം 13,000 സൈനികരെ ഏകദേശം 10, 17, 18ഓളം ജെറ്റുകൾ അവരുടെ ജെറ്റുകൾ സൗദിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി ഏകദേശം 10,000-ഓളം സൈനികരെ സൗദിയിൽ പാകിസ്ഥാൻ്റെ ഉണ്ട്. ഇത് ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ മറുവശത്ത് നടക്കുന്നുണ്ട് പാരലായിട്ട്. എന്താണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുക? ഇപ്പോൾ ഞാൻ വാർത്ത എടുത്തു നോക്കിയപ്പോൾ കണ്ടത് ഇറാനിലെ ബോംബിട്ട് അമേരിക്കയും ഇസ്രായേലും ബോംബിട്ട് തകർത്ത പല ഭൂഗർഭ മേഖലകളും ഇപ്പോൾ ഇറാൻ അതിവേഗം പുനരുദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ആയുധങ്ങൾ പുറത്തെടുക്കാനുള്ള എല്ലാ വഴികളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് അനുമാനിക്കാം നമുക്ക്? ഒരു വലിയ യുദ്ധം കാത്തിരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ യുദ്ധം അവസാനിപ്പിക്കില്ല. ഇത് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ രണ്ടുപേർക്കും ഒരുങ്ങാനുള്ള ഒരു ഇടവേളയാണ്. മറ്റൊരു ഘട്ടത്തിലേക്ക് യുദ്ധം പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഒരു സെക്കൻഡറി ഫേസിലേക്ക് യുദ്ധം കൊണ്ടുപോകുവാനുള്ള ശക്തി നിലവിൽ ഇറാനില്ല. ഇപ്പം നമ്മൾ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ബങ്കബസ്റ്റർ ബോംബുകളൊക്കെ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ നിന്ന് പഴയ ആയുധങ്ങൾ അല്ലെങ്കിൽ പഴയ മിസൈൽ സിസ്റ്റംസ് ഒക്കെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ ഈ ശ്രമങ്ങൾ നടത്തിയാലും ഇത് ലോഞ്ച് ചെയ്യാനായിട്ടുള്ള പൊസിഷൻസ് വേണം, റഡാർ കോർഡിനേറ്റ്സ് വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജിക്കൽ ബാക്കപ്പ് ഒക്കെ വേണം. അതെല്ലാം ഇന്ന് ഇറാന്റെ കയ്യിൽ ഇല്ല എന്ന് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും സൂചിപ്പിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഫേസ് യുദ്ധം വരുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ നോർത്ത് അറേബ്യൻ ഗൾഫില് US നേവി എൻസർക്കിൾ ചെയ്തു നിൽക്കുകയാണ്. അതായത് ഒരു യുദ്ധത്തിന്റെ സാധ്യത പോലും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് കരയുദ്ധത്തിന് പകരം കടൽ യുദ്ധമാവുകയും അതിനുശേഷം നേരത്തെ പറഞ്ഞ US നേവി സീൽസിന്റെ ഒരു പ്രസൻസ് അത് ചിലപ്പോൾ ഒരു ഡയറക്റ്റ് ആക്ഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. അവിടെ എത്തുകയാണെങ്കിൽ കരയുദ്ധത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഇതുവരെ നമ്മൾ കണ്ട യുദ്ധത്തിന്റെ ഗതിയും സ്വഭാവവും മാറുകയുണ്ടാവും. കാരണം കരയുദ്ധത്തിനകത്ത് നോക്കുമ്പോൾ ഇറാൻ അവരുടേതായിട്ടുള്ള ഒരു ടാക്ടിക്കൽ എഡ്ജ് ഉണ്ട്. പക്ഷെ അത് അധിക നാൾ പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. സോ അപ്പോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, സെക്കൻഡറി വാർ ഉണ്ടാവുകയാണെങ്കിൽ പോലും അത് US-ന്റെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു എന്താ പറയാ ഒരു ഓഷ്യാനിക് വാർ ആവാനാണ് സാധ്യത. കാരണം ഇത്രയധികം ഇപ്പൊ തന്നെ അവിടെ ഉള്ളത് USS മൈക്കൽ മർഫി, USS ഫ്രാങ്ക് പീറ്റേഴ്സൺ, അതുപോലെ തന്നെ പൊസൈഡോൺ എയർക്രാഫ്റ്റുകൾ, ലാൻഡ് ബേസ്ഡ് നേവൽ എയർക്രാഫ്റ്റുകൾ, ഹോക്കായ് സിസ്റ്റംസ്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയുടെ നാവിക ശക്തിയുടെ 1/3 ഇറാനിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അമേരിക്ക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ശക്തിയും അതിന്റെ ഒരു സാങ്കേതിക മികവും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. നമ്മളത് വായിച്ചു നോക്കുമ്പോഴൊക്കെ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. കാരണം ഇപ്പൊ ഇത്രയും കടലിലെ രാജാക്കന്മാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ അത് അമേരിക്ക തന്നെയാണ്. അമേരിക്കൻ നാവികസേനയാണ് ലോകത്തുള്ളതിൽ ഏറ്റവും ശക്തിമത്തായിട്ടുള്ളതും ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള നേവൽ ഫ്ലീറ്റ്. അപ്പൊ അവരുടെ 1/3 ശക്തി ഇറാന് വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു ഫോഴ്സ് മൾട്ടിപ്ലയറിന് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഇറാൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീമതി സിനി ജോസഫ്, യുദ്ധം ഇനി തുടർന്നാൽ, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വീണ്ടും യുദ്ധം തുടർന്നാൽ ഇസ്രായേലിലെ ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഒരു സമാധാനത്തിലേക്ക് എത്തുമെന്നാണോ? അത് വീണ്ടും ഒരു കുറെ കാലത്തേക്ക് ഒരു അസമാധാനത്തിൽ തുടരാം? എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്? ഇനി യുദ്ധം റീസ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അത് ഇതിൽ കൂടുതൽ ഹാർഡ് ആയിരിക്കുമെന്നും അത് എത്ര നാൾ നീണ്ടുപോകുമെന്ന് പറയാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് ഇപ്പൊ എല്ലാവരും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സമയത്ത് തന്നെ ഇപ്പൊ കുറച്ചു മുമ്പ് ലെബനോനിൽ പറഞ്ഞല്ലേ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് മാസീവ് അറ്റാക്ക് നടന്നതിന്റെ ഫലമായിട്ട് ഇസ്രായേൽ ഇപ്പൊ അവിടുത്തെ കമാൻഡർ ഓഫ് സെൻട്രൽ ക്വാർട്ടേഴ്സിലെ ഇറാൻ ആർമഡ് ഫോഴ്സസിനെ ഇപ്പം എലിമിനേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ് ഇപ്പൊ നമുക്ക് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ന്യൂസുകൾ ഇങ്ങനെ ഇവിടെ എല്ലാവരും വെച്ചാൽ ഓൾഡ് സിറ്റിസൺസ് അല്ലാത്ത എല്ലാ ആൾക്കാരും ഇങ്ങനെ ഡെയിലി മിനിറ്റ് ടു മിനിറ്റ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരും നല്ല ടെൻഷനിൽ തന്നെയാണ്. റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് എത്രമാത്രം കഠിനമായിരിക്കും, അത്രമാത്രം ബുദ്ധിമുട്ടുള്ളതായിരിക്കുമെന്ന് എല്ലാവർക്കും നല്ല ഗ്രാഹ്യമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ പോലെയല്ല, ആദ്യത്തെ ആ 2 ആഴ്ച അതായത് 41 ദിവസത്തെ പോലെയല്ല, അതിലും കഠിനവും ക്രൂരവുമായിട്ട് ഒരു അറ്റാക്ക് ആയിരിക്കും ഇറാന്റെ ഭാഗത്തുനിന്ന് വരിക എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ അതേസമയം നമുക്ക് ഇസ്രായേലിലുള്ള നമ്മുടെ IDF-ന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അഷുറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഏകദേശം മിസൈൽസും അതായത് മിസൈൽ സിറ്റിയും എല്ലാം അറ്റാക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും കഠിനമായിരിക്കത്തില്ല എന്നൊരു ആശ്വാസകരമായ ഒരു വാക്കും നമുക്ക് കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും ഒരു റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഠിനമാണെന്നും ഇതിൽ കൂടുതൽ അറ്റാക്കുകൾ ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സാധാരണ സിവിലിയൻസ് പ്രതീക്ഷിക്കുന്നുണ്ട്. IDF-ന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ആശ്വാസമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ അഭിലാഷ് രമേശ്, ഏറ്റവും അവസാനമായി ഇന്ത്യയുടെ നിലപാട് ആർക്കൊപ്പമാണ് എന്നാണ് നമുക്ക് ഈ യുദ്ധത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇറാനും സുഹൃത്താണ്, ഇസ്രായേലും വളരെ വലിയ സുഹൃത്താണ്, അമേരിക്കയും സുഹൃത്താണ്.
ആരുടെ കൂടെ നിൽക്കും? എന്നുവെച്ചാൽ എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഈ വിഷയങ്ങളിൽ വർക്ക് ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? നമ്മൾ നിലവിൽ നിൽക്കുന്ന നമ്മുടെ പോളിസി പൊസിഷൻ, അതായത് 2014 ശേഷം ഉണ്ടായിട്ടുള്ള പോളിസി പൊസിഷൻ സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറയുന്ന ആശയമാണ്. അതായത് തന്ത്രപരമായിട്ട് നമ്മുടെ സ്വയംഭരണവും സോവറിനിറ്റിയും പരമാധികാരവും വ്യാപാര വാണിജ്യ സുരക്ഷാ താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ടുള്ള നിലവിലുള്ള പല ബന്ധങ്ങളായിരിക്കും ഉണ്ടാകും. ഇപ്പൊ ഇറാനോട് നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഇറാന്റെ ഒരു കപ്പലെങ്കിലും നമ്മളിവിടെ സേഫ് ആയിട്ട് നിർത്തിയിട്ടുണ്ട്. അതേസമയം ഇറാൻ ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് വേണ്ടിയിട്ട് പാസഞ്ചറുകൾ തരുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയുമായിട്ടാണെങ്കിൽ ഇന്നലെ അമേരിക്കയും പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് തമ്മിൽ 45 മിനിറ്റോളം നടന്നൊരു ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയൊരു ഇൻഡിക്കേറ്ററാണ്. അപ്പം പിന്നീടുള്ളത് ഇസ്രായേൽ. ഓബ്വിയസ്ലി ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ചരിത്രപരമായിട്ടുള്ള ബന്ധമുള്ള രാജ്യങ്ങളാണ്. അപ്പം ഈ യുദ്ധത്തിലൊക്കെ തന്നെ ഓരോരുത്തരും അവരുടെ ശക്തിയും ദൗർബല്യവും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് റിലേഷൻസിനെ പ്ലേസ് ചെയ്യുന്നത്. ഇസ്രായേലിനെയും ഇന്ത്യക്കും ഇടയിൽ പ്രോബ്ലംസ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഇസ്രായേലിന് അഗൈൻസ്റ്റ് ആയിട്ട് യുണൈറ്റഡ് നേഷൻസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ട്രാൻസ്നാഷണൽ ഗവൺമെന്റ് ബോഡിയിൽ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്, അബ്സ്റ്റെയിൻ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്ത്യ ഒരിക്കലും അതിനെ എതിർത്ത് അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് വോട്ട് ചെയ്യില്ല. പിന്നെ അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാണിജ്യം മാത്രമല്ല, നമ്മൾ രണ്ടുപേരും ഒരു ഡെമോക്രസിയാണ്, വളർന്നു വരുന്ന ഡെമോക്രസീസ് ആണ്. ഈ ഡെമോക്രസീസിൽ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യം ഹിസ്റ്റോറിക്കൽ മാത്രമല്ല സിവിലൈസേഷണൽ നീഡാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അമേരിക്കയും ഇന്ത്യയും ഇസ്രായേലും ഒക്കെ തമ്മിലുള്ള ബന്ധം വളരെ സുദൃഢമായിട്ട് തന്നെ പോകും. അതോടൊപ്പം തന്നെ ഇന്ത്യ ആർക്ക് മുന്നിലും മുട്ടുമടക്കില്ല, ഇന്ത്യയുടെ താല്പര്യങ്ങൾ നേടിയെടുത്തുകൊണ്ട്. ഇപ്പൊ തന്നെ ആലോചിച്ചു, ഇത്രയും വലിയ ഇഷ്യൂസ് ഒക്കെ നടക്കുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ കമ്മീഷൻ ചെയ്തു, നമ്മുടെ ന്യൂക്ലിയർ ട്രിയാഡ് ഫോം ചെയ്തു, അതുപോലെ തന്നെ നമ്മൾ സെമി കണ്ടക്ടർ മേഖലയിൽ വലിയ റെവല്യൂഷൻസ് കൊണ്ടുവരുന്നു, നമ്മുടേതായിട്ടുള്ള ഡ്രോൺസ് നിർമ്മിക്കുന്നു. അതായത് യുദ്ധം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും കൃത്യമായിട്ട് കൊണ്ടുവരികയാണ്. അതുപോലെ നമ്മൾ എണ്ണ പര്യവേക്ഷണത്തിൽ വളരെയധികം മുന്നിലേക്ക് പോകുന്നു. പൈപ്പ് നാച്ചുറൽ ഗ്യാസിന്റെ യൂസേജ് ഡൊമസ്റ്റിക് ആയിട്ട് കൂട്ടുന്നു. അപ്പം പല രീതിയിൽ നമ്മുടെ താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് എവിടെയൊക്കെ ഏതൊക്കെ രാജ്യമായിട്ട് നമുക്ക് ആവശ്യങ്ങളുണ്ടോ അത് മ്യൂച്വൽ ആയിട്ട് എഗ്രി ചെയ്ത് പോകുന്ന റിലേഷൻഷിപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ കോൾഡ് വാർ സമയത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നോൺ അലൈഡ് മൂവ്മെന്റ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം നോൺ അലൈഡ് മൂവ്മെന്റിന്റെ പുതിയൊരു വെർഷനാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി. ആ സ്ട്രാറ്റജിക് ഓട്ടോണമിയിൽ നിന്നുകൊണ്ട് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നയമായിരിക്കും ഇന്ത്യ നിശ്ചയമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകുക. പിന്നെ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഈ ഒരു വിഷയത്തിനകത്ത് ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു സമാധാന ശ്രമം വളരെ വലിയ രീതിയിൽ നടത്താൻ പറ്റും. ഒരുപക്ഷെ അതായിരിക്കും ഒരു ടേൺ അറൗണ്ട് ആവാനുള്ള സാധ്യത. കാരണം ഇന്ത്യ പറഞ്ഞാൽ കേൾക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയുടെ വാക്കുകൾക്ക് വില നൽകുന്ന ഒരു വലിയ ആഗോള സമൂഹം ഉണ്ട്, അൺലൈക്ക് പാകിസ്ഥാൻ. ശ്രീമതി സിനി ജോസഫ്, ഏറ്റവും അവസാനമായി പ്രേക്ഷകരുമായിട്ട് ഇസ്രായേലിൽ നിന്നും എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? അല്ല, അവസാനമായിട്ടും ആദ്യം മുതലും ഞങ്ങള് ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ മലയാളികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഞങ്ങൾ മലയാളികളെല്ലാരും റിയലും റിയാലിറ്റിയും വേറെയാണ്. അതായത് ഇവിടെ നിന്ന് വരുന്ന മുഖ്യമാധ്യമങ്ങളിൽ വരുന്ന കൂടുതൽ ഏകദേശം ഒരു 95% വാർത്തകളും ഫേക്ക് തന്നെയാണ്. കഴിവതും ഞങ്ങളിൽ നിന്ന് അറിയുവാൻ ശ്രമിക്കുക. കാരണം ഇസ്രായേലിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നേരിട്ട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് വരുന്ന ഒത്തിരി പടച്ചുവിട്ട AI, ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാലോ, ആധുനിക കാലം ഒത്തിരി വലുതായതുകൊണ്ടും ChatGPTയും അതുപോലെ AIയും എല്ലാം ഉള്ള ഒരു കാലത്തിലായതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഞങ്ങൾക്കൂടെ അറിയാൻ ഇസ്രായേൽ നമ്മുടെ വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ആളുകൾ പോകുന്ന ആ ദിവസം രാവിലെ 10 മണിക്ക് ഞങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രമുഖ പത്രത്തിൽ നിന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇസ്രായേലോട്ട് ടെല്ലവീവ് ഭാഗത്തോട്ട് കണ്ടിന്യൂസ് റാക്കറ്റ്സ് അയച്ച് ഇസ്രായേൽ കത്തി നശിച്ചിട്ടുണ്ടെന്ന് വാർത്ത ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക തന്നെ ചെയ്തു. കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലുള്ള ഞങ്ങളുടെ കുടുംബങ്ങളോടും ഞങ്ങളുടെ ബന്ധുമിത്രാദികളോടും ഞങ്ങളുടെ ഫ്രണ്ട്സിനോടും എല്ലാവരും പറയാനുള്ളത്, ഞങ്ങൾ സേഫാണ്, ഞങ്ങൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല. ദൈവം ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഉള്ളതുപോലെ തന്നെ ഞങ്ങളോടും കൂടെയുണ്ട്. പ്രാർത്ഥനയിൽ ഞങ്ങളെയും കൂടി ഓർക്കുക. തീർച്ചയായിട്ടും സമാധാനം. അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ആഡ് ചെയ്യാണ്. നമ്മൾ ഈ വാർ ഗെയിമിംഗ് സിനാരിയോ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു ഡിഫൻസ് അനാലിസിസിൽ. അതിനകത്ത് ഇപ്പം ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലേഡ് കറേജ് നിങ്ങൾ രാജ്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ പറഞ്ഞു. അതെങ്ങനെ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 തൊട്ട് 700 വരെ കപ്പലുകൾ ഇന്ന് ഹോംസ് സ്ട്രേറ്റിലെ പല രാജ്യങ്ങളുടേതായിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ്. ഇത് പുറത്തെടുക്കുവാനായിട്ട് US സെൻട്രൽ കമാൻഡും നിങ്ങൾ ഓരോ രാജ്യങ്ങളും ഏത് രാജ്യത്തിനാണോ നിങ്ങളൂടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ഇപ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുമ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങാണെങ്കിൽ ഒരു രാജ്യത്തലവരെങ്കിലും എന്തായിരിക്കും ചെയ്യുക? ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കിട്ടിക്കഴിഞ്ഞാൽ അങ്ങയുടെ രാജ്യത്തിന്റെ 100 കപ്പൽ എവിടെ എത്തും?
അല്ല, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളൊരു കാര്യമുള്ളത് ഈ ഇറാനിലെ ഒരു അനലിസ്റ്റ് പ്രൊഫസർ മുഹമ്മദ് മൊറാണ്ടി അദ്ദേഹത്തിൻ്റെ അനലിസ് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു. കാരണം ഇറാൻ്റെ ലെവറേജ് എന്ന് പറയുന്നത് ഈ ഹൊർമൂസ് സ്ട്രെയിറ്റിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ കടന്നു പോകായിരിക്കും. ഏതെങ്കിലും ഒരു കപ്പലുകൾ ആക്രമിക്കേണ്ട ഏതെങ്കിലും ഒരു കപ്പലിന് ഹിറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഇറാന് നിലനിൽക്കുന്നുള്ളൂ. കാരണം ഇൻഷുറൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇൻഷുറൻസ് ഏറ്റെടുക്കാൻ ആളുകൾ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കപ്പലുകൾ ഇത്രയും ചിലവുള്ള ഈ ബിഗ്ഗറായിട്ടുള്ള ഈ കപ്പലുകൾ പലപ്പോഴും അവർ ഇത്രയും റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല. അത് ഞങ്ങളുടെ ഒരു ലെവറേജ് ആണ് എന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കപ്പലുകൾ ഒരുപാട് കടന്നുപോയി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് എന്ന് തോന്നുന്നു പ്രസിഡന്റ് പറഞ്ഞത്, നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുക, നിങ്ങൾ ധൈര്യം കാണിക്കുക, പോരാനുള്ള മനസ്ഥിതി കാണിക്കുക എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ ഇപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്ന സംവിധാനത്തിന് മേൽ IRGCക്കുള്ള ഗ്രിപ്പ് ഈ ഹൂത്തികളുടെ ഒരു അവസ്ഥയിലേക്ക് എത്തി. യമനിലെ ഹൂത്തികൾ ഇടയ്ക്കിടയ്ക്ക് ഈ കടലിലെ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് പോലെ ദുർബലമാകാനും സാധ്യതയുണ്ടാവും. വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാം അത് എങ്ങനെയാവും. ശരിയാണ്. തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകും. ചർച്ച ഏത് രീതിയിൽ മുന്നോട്ട് പോകും, ഇനി അമേരിക്കയും ഇസ്രായേലും മറ്റൊരു ആക്രമണത്തിന് മുതിരുകയും ഇറാനെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുകയും ചെയ്യുമോ, അതുമല്ലെങ്കിൽ ചർച്ചകളിലൂടെ കാര്യങ്ങളെല്ലാം ഒരു പരിസമാപ്തിയിലേക്ക് എത്തുമോ എന്നുള്ളത് വരും ദിവസങ്ങളിലും തീർച്ചയായിട്ടും നമുക്ക് ചർച്ചകൾ നടത്താം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ അഭിലാഷ് ജി രമേശ്, ശ്രീമതി സിനി ജോസഫ് ഇസ്രായേലിൽ നിന്നും വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. 4 മണി ചർച്ച അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.